ഹായ് ഓൾ, വെൽക്കം ടു ഇഗ്നൈറ്റ് അക്കാഡമി. ഇന്ന് നമ്മൾ ഈ ചെറിയ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th CBSEയിൽ ലൈറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇമേജ് ഫോർമേഷൻ ബൈ സ്പെറിക്കൽ മിറേഴ്സ് ആൻഡ് ഇമേജ് ഫോർമേഷൻ ബൈ ലെൻസസ്. ഓക്കെ, ഇതിൽ ഇമേജ് ഫോർമേഷൻ ബൈ മിറേഴ്സ് വളരെ എളുപ്പത്തിൽ ഒരു ട്രിക്കിലേക്ക് കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ശരിക്കും ശ്രദ്ധിച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ടോപ്പിക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ മക്കളെ. നിങ്ങൾക്കറിയാം, നമുക്ക് കോൺകേവ് മിററിൽ 6 കണ്ടീഷൻസ് ആണുള്ളത് അല്ലേ. കോൺകേവ് മിറേഴ്സിൽ നമുക്ക് 6 കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി, ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണ്. ഓക്കെ ആണല്ലോ. ആൻഡ് ദ സെക്കൻഡ് കണ്ടീഷൻ ഈസ് ഒബ്ജക്റ്റ് ബിയോണ്ട് സി. ഒബ്ജക്റ്റ് ബിയോണ്ട് സി. ഓക്കെ, ആൻഡ് ദ തേർഡ് കണ്ടീഷൻ ഈസ് ഒബ്ജക്റ്റ് അറ്റ് സി. Okay, object at C. And the fourth one is object between C and F. Okay ആണല്ലോ. And the fifth one is object at F. Okay, and the last one is sixth one is object between F and P. Object between F and P. These are the 6 conditions. Okay ആണല്ലോ. ഇനിയാണ് നമ്മുടെ ട്രിക്ക്. ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ 6th വണ്ണിനെ മാത്രം ജസ്റ്റ് ഒന്ന് അവിടെ മാറ്റി വെക്കുക. 6th വണ്ണിനെ മാത്രം മാറ്റി വെക്കുക. എന്തിനാണ് ഞാൻ പറയാം. ഇനി ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ ആയിരിക്കും നമ്മൾ 5. 5th വണ്ണിൻ്റെ ആൻസർ ആയിരിക്കും 5. ദാറ്റ് ഈസ് ഒബ്ജക്റ്റ് ഈസ് ഇറ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ നമ്മൾ ഇമേജ് ഫോം ചെയ്യുക Fലായിരിക്കും. ക്ലിയർ? ആൻഡ് 5th വണ്ണിൻ്റെ ആൻസർ ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് വൺ. അതായത് ഒബ്ജക്റ്റ് അറ്റ് F ആണെങ്കിൽ ഇമേജ് ഇൻഫിനിറ്റിയിലായിരിക്കും. വൈസ് വേഴ്സ. അതായത് 1ൻ്റെ ആൻസർ 5, 5ൻ്റെ ആൻസർ 1. ശ്രദ്ധിച്ചോളൂ. ഇനി 2ൻ്റെ ആൻസർ 4 ആയിരിക്കും. ഇതേപോലെ ഒബ്ജക്റ്റ് ബിയോണ്ട് സി ആണെങ്കിൽ നമ്മുടെ ഇമേജ് ഫോം ചെയ്യുക ഒബ്ജക്റ്റ് ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആയിരിക്കും. അതേപോലെ 4ൻ്റെ ആൻസർ 2 ആയിരിക്കും. അതായത് ഒബ്ജക്റ്റ് ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണെങ്കിൽ ഒബ്ജക്റ്റ് ഇമേജ് എവിടെയായിരിക്കും? ബിയോണ്ട് സി ആയിരിക്കും. ക്ലിയർ ആണല്ലോ പറയുന്നത്. ഇനി ഒരെണ്ണം മാത്രമല്ല ബാക്കിയുള്ളൂ. അതിൻ്റെ ആൻസർ അതന്നെ. ഒബ്ജക്റ്റ് അറ്റ് സിയിലാണെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്നത് സി തന്നെയായിരിക്കും. ക്ലിയർ ആയോ? അതായത് നമ്മൾ 6 കണ്ടീഷൻസ് എഴുതി 6th വൺ മാത്രം മാറ്റി വെച്ചു. ഇനി 1ൻ്റെ ആൻസർ 5, 5ൻ്റെ ആൻസർ 1, 2ൻ്റെ ആൻസർ 4, 4ൻ്റെ ആൻസർ 2, 3ൻ്റെ ആൻസർ 3 തന്നെ. വളരെ എളുപ്പമല്ലേ പഠിക്കുക. ഇനി നമ്മൾ മാറ്റി വെച്ച ഒരെണ്ണം ഉണ്ടല്ലോ, അത് നമുക്ക് വെർച്വൽ ആയിരിക്കും. വെർച്വൽ ഇറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ബാക്കിയുള്ളതെല്ലാം എന്തായിരിക്കും? ഇത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. അപ്പോൾ ആദ്യത്തെ 5 കണ്ടീഷൻ റിയൽ ആൻഡ് ഇൻവേർട്ടഡ്, ലാസ്റ്റ് വൺ നമ്മൾ മാറ്റി വെച്ചത് മാത്രം വെർച്വൽ ആൻഡ് ഇറക്റ്റ്. നമുക്ക് സിമ്പിളായിട്ട് റേ ഡയഗ്രാം വരക്കാമല്ലോ. നമുക്ക് ഓൾറെഡി ആൻസർ അറിയാം. അതായത് ഒബ്ജക്റ്റ് നമ്മൾ എവിടെ വെച്ചാൽ ഇമേജ് ഇവിടെ കിട്ടും എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാം. ഇനി നമുക്ക് എളുപ്പത്തിൽ റേ ഡയഗ്രാം വരക്കാൻ പറ്റും. ഇപ്പോൾ ശ്രദ്ധിച്ചോളൂ. ഞാൻ ഒരു കോൺകേവ് മിററിൻ്റെ നമ്മളെ ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. ഓക്കെ ആണല്ലോ. വരക്കുന്നത് ശ്രദ്ധിച്ചോളൂ. ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഒരു കോൺകേവ് മിറർ വരക്കും. ദിസ് ഈസ് അവർ കോൺകേവ് മിറർ. വി ഹാവ് ടു ഡ്രോ ദി പ്രിൻസിപ്പൽ ആക്സിസ്. ദിസ് ഈസ് അവർ പോൾ ആൻഡ് ദിസ് ഈസ് അവർ സെൻറ്റർ ഓഫ് കർവേച്ചർ. ഈ CPൻ്റെ മിഡിലായിട്ട് നമ്മൾ ഫോക്കസ് മാർക്ക് ചെയ്യും. നമുക്ക് ആൻസർ അറിയാം. എവിടെയാണ് കിട്ടേണ്ടത്? അറ്റ് ഇൻഫിനിറ്റി വെച്ചാൽ ഫോക്കസ് കിട്ടണം. ഓക്കെ ആണല്ലോ. ദെൻ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ടുള്ള ലൈറ്റ് റേ ആഫ്റ്റർ റിഫ്രാക്ഷൻ ഗോസ് ത്രൂ ഫോക്കസ്. ക്ലിയർ ആണല്ലോ. കൺസിഡർ വൺ മോർ ലൈറ്റ് റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഗോസ് ത്രൂ ഫോക്കസ്. റിഫ്ലക്ഷന് ശേഷം വരുന്ന ലൈറ്റ് റേസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഫോക്കസ്. സോ ഇമേജ് ഈസ് അറ്റ് ഫോക്കസ്. ഇനി നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. ഇമേജ് ഈസ് അറ്റ് ഫോക്കസ്. ഫോക്കസിൽ നമുക്കൊരു പോയിന്റ് ഒരു കുത്തു പോലെയല്ലേ നമുക്ക് ഇമേജ് കിട്ടുന്നുള്ളൂ. സോ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് എ ഇമേജ്? Image is point sized or highly diminished, or we can say highly diminished. These images actually, light rays are actually meeting, so this image is real and inverted. സിമ്പിൾ ആണല്ലോ. വളരെ സിമ്പിൾ അല്ലേ? നമുക്ക് അടുത്ത് നോക്കാം. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? ഒബ്ജക്റ്റ് ബിയോണ്ട് സി. ഒബ്ജക്റ്റ് ബിയോണ്ട് സി. ഓക്കെ ആണല്ലോ. ശ്രദ്ധിച്ചോളൂ. കോൺകേവ് മിറർ, പ്രിൻസിപ്പൽ ആക്സിസ്, പോൾ, സെൻറ്റർ ഓഫ് കർവേച്ചർ, ഫോക്കസ്, ഒബ്ജക്റ്റ് ബിയോണ്ട് സി. സിക്ക് അപ്പുറമാണ്.
ഓക്കെ ആണല്ലോ. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ടുള്ള ലൈറ്റ് റേ ഫോക്കസിലേക്ക് കൂടി പോയി. വി നീഡ് വൺ മോർ ലൈറ്റ് റേ. സപ്പോസ് എ ലൈറ്റ് റേ ഗോസ് ത്രൂ ഫോക്കസ്. നമുക്കറിയാം എവിടെയാണ് നമുക്ക് ഇമേജ് കിട്ടേണ്ടത്. ഇമേജ് കിട്ടേണ്ടത് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. അപ്പോൾ ഇതിനടക്കം അപ്പോൾ ഞാനിവിടെ ഒരു പോയിന്റ് ഇട്ടു, അതിലേക്ക് ലൈറ്റ് റേ കൊണ്ടുവന്നു. സിമ്പിൾ. ഇപ്പോൾ റിഫ്ലക്ഷന് ശേഷമുള്ള ലൈറ്റ് റേ ഇതും ഇത് സ്ട്രൈറ്റ് ആയിരിക്കണേ. റിഫ്ലക്ഷന് ശേഷമുള്ള ലൈറ്റ് റേ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്താ? സിമ്പിൾ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് എന്താ ഇമേജ് ഈസ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഒബ്ജക്റ്റ് എന്താണ്? വലുതല്ലേ, ഇമേജ് ചെറുതല്ലേ? ഓക്കെ അല്ലേ? സോ ഇമേജ് ഈസ് ഡിമിനിഷ്ഡ്. പ്രോപ്പർട്ടീസ് ഓഫ് ഇമേജ് ഡിമിനിഷ്ഡ് ആണ്. ദെൻ റിയൽ ഇൻവേർട്ടഡ്. വളരെ സിമ്പിൾ അല്ലേ? നമുക്ക് ആൻസർ അറിയാം, അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ വരക്കാൻ പറ്റും. ദെൻ തേർഡ് വൺ, ഒബ്ജക്റ്റ് അറ്റ് സി. ഒബ്ജക്റ്റ് ഈസ് അറ്റ് സി. ഓക്കെ ആണല്ലോ. പോൾ, സെൻറ്റർ ഓഫ് കർവേച്ചർ, ഫോക്കസ്, ഒബ്ജക്റ്റ് സി. ഇമേജ് കിട്ടുന്നത് സി തന്നെയാണ്. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ടുള്ള ലൈറ്റ് റേ ഫോക്കസിലേക്ക് കൂടി പോകും. നമുക്ക് ഇവിടെ ഏകദേശം ഇവിടെയായിട്ട് ഇമേജ് കിട്ടണം. അപ്പം നമ്മൾ ഇതാ കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ ഇമേജ് കിട്ടും. ഇതാ വളരെ സിമ്പിളല്ലേ? സിയിൽ വെച്ചാൽ സി തന്നെ കിട്ടും. സോ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് സി. പ്രോപ്പർട്ടീസ് രണ്ടും സെയിം കാണാൻ പറ്റില്ല, സെയിം സൈസ് അല്ലേ? അപ്പം പ്രോപ്പർട്ടീസ് ഓഫ് ഇമേജ് സെയിം സൈസ്, റിയൽ ഇൻവേർട്ടഡ്. ഓക്കെ ആണല്ലോ. ദെൻ ഫോർത്ത് വൺ, ഒബ്ജക്റ്റ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ഒബ്ജക്റ്റ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുക? ഇമേജ് ഈസ് ഫോംഡ് ബിയോണ്ട് സി. ഓക്കെ ആണല്ലോ. സി എഫ് പി. ബിറ്റ്വീൻ സി ആൻഡ് എഫ്. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ടുള്ള ലൈറ്റ് റേ ഫോക്കസിലേക്ക് കൂടി പോകും. ഫോക്കസിലേക്ക് കൂടി പോകുന്ന ലൈറ്റ് റേ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരും. ഓക്കെ ആണല്ലോ. ഇവിടെ നമുക്ക് മാഗ്നിഫൈഡ് ഒരു ഇമേജ് കിട്ടും. ബിയോണ്ട് സി നമുക്ക് ആൻസർ അറിയാം. സോ ഇമേജ് ഈസ് ഫോംഡ് ബിയോണ്ട് സി. ഇറ്റ് ഈസ് മാഗ്നിഫൈഡ് ഓർ എൻലാർജ്ഡ്. മാഗ്നിഫൈഡ്, റിയൽ ഇൻവേർട്ടഡ്. വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ. ദെൻ ഫിഫ്ത്ത് വൺ, ഒബ്ജക്റ്റ് അറ്റ് എഫ്. ഒബ്ജക്റ്റ് അറ്റ് ഫോക്കസ്. ഇമേജ് എവിടെയാ? അറ്റ് ഇൻഫിനിറ്റി അല്ലേ? 5ൻ്റെ ആൻസർ 1 അല്ലേ? ഇമേജ് അറ്റ് ഇൻഫിനിറ്റി. പി സി എഫ്. ഒബ്ജക്റ്റ് എഫിലാണ്. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ടുള്ളത് ഫോക്കസിലേക്ക് കൂടി പോകും. ഇവിടെ നമുക്ക് ഫോക്കസിലേക്ക് കൂടി പോകുന്ന വരക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഒബ്ജക്റ്റിൽ നിന്ന് സിയിലേക്ക് കൂടി പോകുന്ന ലൈറ്റ് റേ വരക്കും. അത് രണ്ടും എല്ലാ ലൈറ്റ് റേയും പാരലായിരിക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എറോ മാർക്ക് കാണിക്കണം. ഇത് ഇങ്ങോട്ട് പോയാലും പാരലായിരിക്കും, ഇങ്ങോട്ട് പോയാലും പാരലായിരിക്കും. അപ്പോൾ ഇമേജ് എവിടെയാണ്? ഇമേജ് ഈസ് അറ്റ് ഇൻഫിനിറ്റി. ഇമേജ് അറ്റ് ഇൻഫിനിറ്റി. Suppose if we get an image at infinity, that image will be real, inverted and highly magnified. Next one, object between F and B. Okay ആണല്ലോ. This is our concave mirror. Principal axis, pole, center of curvature, focus. Between F and B. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ടുള്ള ലൈറ്റ് റേ ഫോക്കസിലേക്ക് കൂടി പോകും. ഓക്കെ ആണല്ലോ. സിയിലേക്ക് കൂടിയുള്ള ലൈറ്റ് റേ എറോ മാർക്ക് ശ്രദ്ധിക്കുക. നോൺ പാരലായിരിക്കും, പാരലായിരിക്കില്ല. സോ വെൻ വി എക്സ്റ്റെൻഡ് ദീസ് ലൈറ്റ് റേസ് വി ഗെറ്റ് എ വെർച്വൽ ഇമേജ് ഹിയർ ബിഹൈൻഡ് ദ മിറർ. സോ പൊസിഷൻ ഓഫ് ഇമേജ് ബിഹൈൻഡ് ദ മിറർ. ഇറ്റ് ഈസ് വെർച്വൽ, erect and magnified. വളരെ എളുപ്പമല്ലേ പഠിക്കാൻ വേണ്ടിയിട്ട്? നമുക്ക് ആൻസർ ഓൾറെഡി അറിയാം. നമ്മൾ വളരെ എളുപ്പത്തിൽ റേ ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. ഓക്കെ. കോൺവെക്സ് മിറേഴ്സിന്റെ കേസിൽ നമുക്ക് 2 കണ്ടീഷൻ മാത്രമേ പഠിക്കാനുള്ളൂ. ഓക്കെ ആണല്ലോ. കോൺവെക്സ് മിറർ
ഓക്കെ, അതിൽ നമുക്ക് രണ്ട് കണ്ടീഷനാണുള്ളത്. ഫസ്റ്റ് വൺ, ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി, ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. സെക്കൻഡ് വൺ, ഒബ്ജക്റ്റ് ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് പോൾ, ഒബ്ജക്റ്റ് ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് പോൾ. ശ്രദ്ധിച്ചോളൂ. ഇറ്റ് ഈസ് അവർ കോൺവെക്സ് മിറർ, principal axis, and this is our center of curvature, focus and pole. Here the object is at infinity, so light ray is parallel to the principal axis. After reflection, diverges. When you extend these light rays, it appears to start from a point on the focus. Similarly, consider one more light ray. It appears to start from focus. So you get a virtual image at focus. So image is virtual erect. And what about the size? Size is highly diminished. Highly diminished. Highly diminished. Okay ആണല്ലോ. Then where is the image formed? Image is formed at F, at focus. Okay, simple ആണല്ലോ. Then second one നോക്കിക്കോളൂ. Object between infinity and pole. Object between infinity and pole. Convex mirror, principal axis, center of curvature, focus, pole. This is our object. Light ray is parallel to principal axis. After reflection, diverges. Consider light ray passing through center of curvature. So here we get a virtual image between focus and pole. So position of image is between F and P. Okay, what about its properties? Virtual, erect and diminished. ഈ ചാപ്റ്ററിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ലൈറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ഫുൾ വീഡിയോ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ചാപ്റ്ററിനെ പറ്റിയിട്ടുള്ള മൊത്തം കാര്യങ്ങളും NCERT സിലബസിലെ മൊത്തം കാര്യങ്ങളും അതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൻ്റെ മൊത്തം ഐഡിയാസ് വേണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ.